നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ മുതിർന്ന CPM കൌൺസിലറായ സാജിദ നാസറിനെ വെട്ടാനാണ് ജില്ലാ കമ്മിറ്റി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യ രാജേന്ദ്രനെ കളത്തിലിറക്കിയത്. മാധ്യമങ്ങളെല്ലാം യുവനേതാവിനെ വാനോളം വാഴ്ത്തി. താമസിക്കാതെ ഭൂലോക തോൽവിയാണ് എന്ന് മേയർ തന്നെ തെളിയിച്ചു. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിൽ സ്വന്തം വാഹനം കയറ്റിയതടക്കമുള്ള സാഹസിക പ്രകടനങ്ങൾ ഇക്കാലയളവിനിടെ മേയർ നടത്തിയിരുന്നു. പലപ്പോഴും സർക്കാർ പരിപാടികൾ അടക്കം കൃത്യസമയത്ത് പങ്കെടുക്കാത്ത മേയറെ ശാസിക്കാനും പാർട്ടി മറന്നില്ല. ഫയലുകൾ പഠിച്ചു വേണം തീരുമാനം എടുക്കാനെന്ന നിർദ്ദേശം നൽകി. VK പ്രശാന്തിനെ പോലെ ശക്തരായ മേയർ ഉണ്ടായിരുന്ന നഗരമാണ് തിരുവനന്തപുരം. കഴിഞ്ഞ 4 കൊല്ലമായി പ്രത്യേകിച്ച് ഒന്നും ആര്യ നഗരത്തിന് വേണ്ടി ചെയ്തതായി അറിവില്ല. VK പ്രശാന്ത് നഗരത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം സജീവമായി ഇടപെട്ടിരുന്നു. അങ്ങനെയാണ് മേയർ ബ്രോ എന്ന പേര് വീണത്. ആര്യയ്ക്ക് മുൻപ് ജനത്തെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് K ചന്ദ്രിക എന്ന മേയറായിരുന്നു. അവരുടെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് വിളപ്പിൽശാലയിലെ മാലിന്യ സംസ്കരണ ഫാക്ടറി പൂട്ടിയത്. നഗരത്തിലെ മാലിന്യ പ്രശ്നം രൂക്ഷമായിട്ട് ഏതാണ്ട് 2 പതിറ്റാണ്ടോളമായി. വിളപ്പിൽശാല പൂട്ടിയതോടുകൂടി വികേന്ദ്രീകരണ സംവിധാനം ആരംഭിച്ചെങ്കിലും ഒന്നും ഫലപ്രദമായി മുന്നോട്ട് പോയില്ല. ജനങ്ങളുടെ സഹകരണവും തീരെ കുറവാണ്. നഗരവാസികളും ഇവിടെ വന്ന് പോകുന്നവരും റോഡിലും ആമയിഴഞ്ചാൻ തോട്ടിലും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് തലസ്ഥാന നഗരത്തെ ഈ കുപ്പത്തൊട്ടിയാക്കി മാറ്റി. പൗരബോധമില്ലാത്ത ജനതയുടെയും ഉത്തരവാദിത്വമില്ലാത്ത ഭരണകൂടത്തിന്റെയും അനാസ്ഥ കാരണം ഒരു വിലപ്പെട്ട ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പരസ്പരം പഴിചാരുന്നതല്ലാതെ ഒന്നും പറയുന്നുമില്ല. മാലിന്യ സംസ്കരണം പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് തിരുവനന്തപുരം നഗരസഭ ഒഴിഞ്ഞുമാറിയത് കൊണ്ട് മാത്രമാണ് റെയിൽവേ സ്വന്തം നിലയ്ക്ക് അത് ചെയ്തത്. മതിയായ സുരക്ഷാ സംവിധാനം ഇല്ലാതെ മാലിന്യം നീക്കം ചെയ്തതുകൊണ്ടാണ് ജോയി എന്ന കരാർ തൊഴിലാളി മാൻഹോളിലോ റെയിൽവേക്ക് അടിയിലെ തുരങ്കത്തിലോ അകപ്പെട്ടു പോയത്. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശവശരീരം കിട്ടുകയും ചെയ്തു. ഈ അനാസ്ഥ CPMനെ തലസ്ഥാന നഗരത്തിന്റെ ഭരണസാരഥ്യയിൽ നിന്ന് ഇറക്കിവിടുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. നിലവിൽ നഗരസഭയ്ക്കെതിരെ കടുത്ത വിമർശനമാണുള്ളത്. മേയറും ഭർത്താവും ചേർന്ന നഗര മധ്യത്തിൽ KSRTC ബസ് തടഞ്ഞതോടുകൂടി ജനം വെറുത്തിരിക്കുകയാണ്. അതിന് പുറമെയാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടം. മേയറുടെയും ഭർത്താവിന്റെയും പ്രവർത്തനത്തെ CPM ജില്ലാ കമ്മിറ്റി ശക്തമായി തന്നെ വിമർശിച്ചു. ഒരു ചാൻസ് കൂടി മേയർക്ക് കൊടുത്തിരിക്കുകയാണ് നിലവിൽ. അതും കുളമാക്കി കഴിഞ്ഞു. ഈ നിലയ്ക്ക് നഗരസഭാ ഭരണം BJP പുഷ്പം പോലെ പിടിച്ചെടുക്കുമെന്ന് ഉറപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പ്രധാനമായി ചർച്ചയായത് നഗരസഭാ ഭരണം നഷ്ടമാകുമെന്ന ആശങ്കയാണ്. അതിന് വഴിവെച്ചത് 2 കാര്യങ്ങൾ. 1, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നഗരകേന്ദ്രങ്ങളിൽ BJP നടത്തിയ മുന്നേറ്റം. 2, മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവും നടുറോഡിൽ KSRTC ഡ്രൈവറോട് കാണിച്ച ഷോ. നിയമം പാലിക്കേണ്ട 2 ജനപ്രതിനിധികൾ അത് കയ്യിലെടുത്ത അവസ്ഥ. എന്തായാലും ഈ പാവം പിടിച്ച ജോയി എന്ന മനുഷ്യൻ കിടന്ന അവസാന നിമിഷം അവസാന ശ്വാസം വലിച്ചപ്പോൾ, അല്ലെങ്കിൽ അവസാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ മോശപ്പെട്ട ഇത്തരത്തിലൊരു അഴുക്കുചാലിലേക്ക് വീണായിരിക്കും അദ്ദേഹത്തിന്റെ മരണമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. എന്തായാലും നിലവിൽ ഈ മേയർ ആര്യ രാജേന്ദ്രന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർ ചെയ്യട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആശംസിക്കുന്നത്. എന്തായാലും ജോയി എന്ന മനുഷ്യന്റെ കഥ ഇവിടെ കഴിയുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ ഈ നാടിനു വേണ്ടി എന്താണ് ചെയ്യുന്നത്, ഈ നാട്ടിലെ ഈ രൂക്ഷമായ മാലിന്യാവസ്ഥ, അതിനുവേണ്ടി നഗരസഭ ഇനിയെങ്കിലും എന്താണ് ചെയ്യുക എന്നത് ആ കഥ ഇവിടെ തുടരുന്നതേ ഉള്ളൂ.